കൂട്ടാൻ ഹോം കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശുദ്ധമായിട്ടുള്ള നെയ്യ് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ തിളപ്പിക്കുന്ന പാലിൻ്റെ പാട മാത്രം മതി. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വീട്ടിൽ തന്നെ വളർത്തുന്ന പശുവിൻ്റെ പാലാണ് വാങ്ങിക്കുന്നത്. അതല്ല, പാക്കറ്റ് പാൽ വാങ്ങുന്നവരാണെങ്കിൽ ഫുൾ ക്രീം മിൽക്ക് പാൽ തന്നെ വാങ്ങണം. ലോ ഫാറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് വെച്ച് നമുക്ക് പാൽപ്പാട ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ നമുക്ക് കിട്ടുന്ന പശുമ്പാൽ നമുക്കത് നാളെ രാവിലെ ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമ്മൾ രാവിലെ പാൽ കിട്ടിക്കഴിയുമ്പോൾ അതൊന്ന് തിളപ്പിക്കുക. അത് തിളപ്പിച്ച് കഴിയുമ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. തണുത്ത് കഴിഞ്ഞ് നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ആ പാലെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പാലിൻ്റെ പാട നല്ല ഒരു ക്രീം പോലെ ഒരു ലൈറ്റ് യെല്ലോ കളറിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അത് ചായ തിളപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് അത് ഒരു ചെറിയ ടിന്നിലേക്ക് മാറ്റി വെക്കണം. ഞാനിവിടെ ഒരു 10 ദിവസം എടുക്കുന്ന പാൽപ്പാടയിൽ നിന്ന് എടുക്കുന്ന നെയ്യാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാനത് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെച്ചത്. അതല്ല, നിങ്ങൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നെയ്യ് എടുക്കുന്നതെങ്കിൽ നിങ്ങളത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കണം. ഇതേപോലെ ഞാനൊരു 10 ദിവസം സൂക്ഷിച്ച് വെച്ച പാൽപ്പാടയാണ് ഈ ടിന്നിലുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് എടുത്ത് നെയ്യാക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ക്രീം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് 10 മിനിറ്റോളം ചൂടാക്കണം. അത് ചൂടാകുമ്പോൾ നമ്മളുടെ ക്രീം ഇളകി അതിൻ്റെ നെയ്യ് പുറത്തേക്ക് വരും. നമുക്കിതൊരു 10-15 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നെയ്യ് പതഞ്ഞു വരുന്നുണ്ട്. ഇപ്പം ഇതേപോലെ ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ പതഞ്ഞു വരും. അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ ഒരു 2 മിനിറ്റും കൂടി നമ്മളിത് ചൂടാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നെയ്യ്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പിന്നെ അത് കഴിയുമ്പോൾ ഇത് അരിച്ചെടുക്കണം. നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം അതിനകത്തുള്ള നെയ്യ് അരിച്ചെടുക്കണം. അതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഇതേപോലെ ഇരിക്കുന്ന കൊറ്റൻ അത് നമ്മൾ നന്നായിട്ട് അരിപ്പയിൽ വെച്ച് ഒന്ന് പിഴിഞ്ഞ് അതിനകത്തുള്ള നെയ്യും കൂടി നമുക്ക് ഊറ്റിയെടുക്കണം. 10 ദിവസം കൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ച പാൽപ്പാടയിൽ നിന്ന് ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതേപോലെ ചെയ്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും വീട്ടിൽ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ വീട്ടിലുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ കൂട്ടാൻ ഹോം കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.